ഹലോ, അപ്പോൾ നമുക്ക് ഇന്ന് ഒരു സിമ്പിളായിട്ടൊരു മത്തിക്കറി ഉണ്ടാക്കിയാലോ. അപ്പോൾ നന്നായിട്ട് നമ്മളെ മത്തി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ മൺചട്ടിയിലാണ് വെക്കുന്നത് കേട്ടോ. മൺചട്ടിയിൽ വെക്കുമ്പോൾ ടേസ്റ്റ് കൂടും കേട്ടോ. നമ്മൾ ഇന്ന് വയ്ക്കുമ്പോൾ നാളേക്കാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുതൽ കിട്ടുക. അപ്പോൾ ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ മൂത്ത് വരുമ്പോൾ നമ്മൾ ഉലുവ ചേർത്ത് കൊടുക്കുക. ഉലുവ ഒന്ന് മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചതാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഒരു മീഡിയം സൈസ് സവോള നീളത്തിലായിരുന്നു ഇത് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഞെരടിയിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് എരിവിനനുസരിച്ചിട്ടാട്ടോ. നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെങ്കിൽ കൂടുതൽ പച്ചമുളക് ചേർക്കാം. പച്ചമുളക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു പിടി കറിവേപ്പില നല്ല മണം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ ഞെരടിയിട്ട് കൊടുക്കുക. സവോള നന്നായിട്ട് വഴന്നു വരുമ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്നും കൂടി മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ആ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. ശേഷം പുളി ചേർത്ത് കൊടുക്കുക. ഞാൻ വാളൻപുളിയാണ് ഉപയോഗിക്കുന്നത്. കുടംപുളി ഇഷ്ടമുള്ളവർക്ക് കുടംപുളി ചേർക്കാം കേട്ടോ. വാളൻപുളി ഒഴിച്ച് കൊടുത്തിട്ട് വാളൻപുളി ഒന്ന് തിളയ്ക്കുന്ന സമയമാകുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി, ഞാനൊരു മീഡിയം സൈസ് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് തക്കാളി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തിളച്ച് കുറുകി വരും കേട്ടോ. ആ സമയത്ത് നമ്മൾ മത്തിയും ഉപ്പ് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. മത്തി ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറുകിയിട്ട് നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ഇട്ട് വെച്ച് നമ്മൾ മത്തിക്കറി വാങ്ങാം കേട്ടോ. ഇത് നാളേക്കാണ് കുറച്ചും കൂടി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നോക്കുക. അപ്പോൾ ഓക്കെ, ബൈ.